ഇപ്പോൾ കാണുന്നതാണ് എൻ്റെ റവന്യൂ ഡാഷ്ബോർഡ് ആൻഡ് യു ക്യാൻ സീ ഹൗ മച്ച് ഐ മെയ്ഡ്. അതായത് 1.4 crore റവന്യൂ ഇൻ ജസ്റ്റ് 10 days. സോ ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത ബിസിനസ് മോഡലാണ് ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ആൻഡ് ഇതൊരു നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗ് വീഡിയോ അല്ല, ലൈക്ക് അതർ പീപ്പിൾ റീച്ച്. ആൻഡ് ഈ പറയാൻ പോകുന്ന ബിസിനസ് മോഡൽ വെച്ച് യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് ഇതൊരു നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് എന്താണ് ഡിഫറൻസ് നോക്കാം. വെൽ, നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇസ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ബോറിംഗ് സ്റ്റോർസിൽ നിന്ന് ആരും പർച്ചേസ് ചെയ്യാം. ഇപ്പൊ പീപ്പിൾ ചൂസ് ചെയ്യുന്നത് ഒന്നിലേക്ക് ബ്രാൻഡഡ് സ്റ്റോർസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ലൈക്ക് ആമസോൺ. സോ ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ബ്രാൻഡഡ് സ്റ്റോർ ആൻഡ് ദാറ്റ്സ് വെൻ ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് കംസ് ഇൻ ടു പ്ലേ. സോ ഇതും ഒരു നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെയാണ്. ബട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ്, കൾച്ചർ, കമ്മ്യൂണിറ്റി അതിനൊപ്പം ഡെവലപ്പ് ചെയ്യും. ആൻഡ് പേടിക്കണ്ട, ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്കൊരു ബ്രാൻഡഡ് സ്റ്റോർ, ബ്രാൻഡഡ് ആഡ്സ്, ബ്രാൻഡഡ് ഓഫേഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ബ്രാൻഡഡ് ഓപ്ഷൻ. നിങ്ങൾ റൺ ചെയ്യുന്ന ആഡ്സ്, നിങ്ങൾ റൺ ചെയ്യുന്ന സ്റ്റോർ, നിങ്ങൾ റൺ ചെയ്യുന്ന ഓഫർ, ഇതിലെല്ലാം നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി വിത്ത് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഓൺലൈനായിട്ട് ഒരു ഹുഡിയാണ് സെൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടാവും, ലെറ്റ്സ് സേ lovehoodie.com. ആൻഡ് നിങ്ങളുടെ ആഡ്സിലും സെയിം നെയിം ഉണ്ടാവും, lovehoodie.com. അപ്പോൾ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിന് മനസ്സിലാവും നിങ്ങളുടെ ബ്രാൻഡ്. ആൻഡ് ഇനി ഇതൊരു ഓഫറുണ്ട്. ആൻഡ് ഒരു ഹുഡി വാങ്ങുമ്പോൾ ഒരു സെറ്റ് പാൻസ് അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർസിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം ഹു ആർ ഡൂയിങ് ദ സെയിം തിങ്. നൗ ലെറ്റ്സ് സീ ഞാൻ ഈ ഒരു ബിസിനസ് മോഡൽ വെച്ച് എങ്ങനെയാണ് ഇത്ര റവന്യൂ ഉണ്ടാക്കിയത്. അതായത് 1.4 crore റവന്യൂ ഇൻ ജസ്റ്റ് 10 days, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് 1, പ്രൊഡക്റ്റ് ഫൈൻഡിങ്. ഈ ബ്രാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഈ തവണ ഞാൻ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത വെബ്സൈറ്റ് ആണ് മൈനിയ. ആൻഡ് നമുക്ക് ലാസ്റ്റ് 30 days ബെസ്റ്റ് പെർഫോം ചെയ്ത പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മൈനിയ കാണാൻ പറ്റും. ആൻഡ് കോമ്പറ്റീഷൻ വെബ്സൈറ്റ് എങ്ങനെയാണ്, ഏത് തീമിലാണ് ഉണ്ടാക്കിയെന്നൊക്കെ മൊത്തം ഡീറ്റെയിൽസ് മൈനിയയിൽ കാണാൻ പറ്റും. സോ ഈ പറഞ്ഞ പ്രോഡക്റ്റ് എങ്ങനെ മൈൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരാം. സോ ഞാൻ യൂസ് ചെയ്യുന്ന യൂഷ്വലി യൂസ് ചെയ്യുന്ന സ്പൈ ടൂൾ മൈനിയ അല്ലെങ്കിൽ PP ads ആണ്. ബട്ട് ദിസ് ടൈം ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത് മൈനിയാണ്. ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ എവിടെയാണ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത്, ഏതൊക്കെ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്തതെന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓൾസോ ഇതല്ലാണ്ട് ഞാൻ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യാനുണ്ട്, എങ്ങനെയാണ് മൈൻ യൂസ് ചെയ്ത് ഫുൾ പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കുക, അനലിറ്റിക്സ് ചെക്ക് ചെയ്യുക, ഫുൾ എൻ്റെ പ്രോഡക്റ്റ് റിസർച്ചിൻ്റെ മെത്തേഡ് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇടുക. അതിനകത്ത് മൈനിയ, PP ads അങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത് എങ്ങനെ കറക്റ്റ് വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാമെന്ന് കാണിച്ചു തരാം. ബട്ട് ദിസ് ടൈം ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് മാത്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് അനലിറ്റിക്സ് ചെക്ക് ചെയ്യുന്നോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ വിടുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. സോ പ്രൊഡക്റ്റ് റിസർച്ചിന് മാത്രമായിട്ടുള്ളൊരു സെപ്പറേറ്റ് എൻറ്റയർ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ബട്ട് ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കമ്മോ. സോ ഇതാണ് മൈനിയ ഡാഷ്ബോർഡ്. സോ ഇതിൽ ഞാൻ പ്രൊഡക്ട്സിൽ പോയി. ആൻഡ് പ്രൊഡക്ട്സിൽ പോയി ഒരുപാട് പ്രോഡക്ട്സ് കാണാൻ പറ്റും. ബട്ട് ഇതെല്ലാം വിന്നിങ് പ്രോഡക്ട്സ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാ പ്രോഡക്ട്സും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ വിന്നിങ് പ്രോഡക്ട്സ് ആണെന്നില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ ഞാൻ ഐ വിൽ എക്സ്പ്ലെയിൻ ഞാൻ ഏതൊക്കെ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഷോപ്പിഫൈ പ്രോഡക്ട്സ് ഞാൻ സെലക്ട് ചെയ്യും. ആൻഡ് അതിൽ ടിക്ടോക്ക് വിന്നേഴ്സ് സെലക്ട് ചെയ്യും. ആൻഡ് കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട് എൻഗേജ്മെൻറ്റ് ഗ്രോത്ത് 7 days സെലക്ട് ചെയ്യും. കാരണം ടിക്ടോക്ക് സെലക്ട് ചെയ്യാൻ കാരണം ടിക്ടോക്കിലാണ് എനിക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടിയേക്കുന്നത്, അതായത് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. സോ ടിക്ടോക്കിലാണ് ഞാൻ ആഡ്സ് കൂടുതലാണ് ചെയ്യുന്നത്. ആൻഡ് എൻഗേജ്മെൻറ്റ് ഗ്രോത്ത് 7 days ഉദ്ദേശിച്ചത് ലാസ്റ്റ് 7 days ഗ്രോത്ത് ആണ്. സോ ഇപ്പോൾ കറൻ്റ്ലി വർക്കാവുന്ന പ്രോഡക്ട്സാണ് നമുക്ക് വേണ്ടത്, അല്ലാണ്ട് പഴയ പ്രോഡക്ട്സ് അല്ല. സോ ജസ്റ്റ് ഈ 3 ഫിൽറ്റർ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിന്നിങ് പ്രോഡക്ട്സ് കാണാൻ പറ്റും. അതും വിന്നിങ് പ്രോഡക്ട്സ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പ്രോഡക്റ്റ്, അതായത് കോളജൻ നൈറ്റ് റാപ്പിംഗ് മാസ്ക്, മെയ്ഡ് മീ ഗുഡ് എമൗണ്ട് ഇൻ ദ പാസ്റ്റ് 6 months മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഗുഡ് എമൗണ്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരുവിധം സ്കെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മൈനിയ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് വെച്ച് മൈനിയ പർച്ചേസ് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് 50% ഓഫ് ഫോർ 3 months. ആൻഡ് നിങ്ങൾക്ക് മൈനിയ വെച്ചൊരു പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ആ പ്രോഡക്റ്റിന്റെ എക്സാക്ട് നെയിം നിങ്ങൾ ജസ്റ്റ് കൊണ്ട് മൈനിയെ സെർച്ച് ചെയ്യണം. ആൻഡ് യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അത് നോക്കിയിട്ട് അതിനകത്ത് ബെസ്റ്റ് കോമ്പറ്റീറ്ററിന്റെ വെബ്സൈറ്റ് നമ്മൾ ജസ്റ്റ് കോപ്പി അടിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ വി മേക്ക് അവർ വെബ്സൈറ്റ്. സോ സ്റ്റെപ്പ് 2, ക്രിയേറ്റിംഗ് വെബ്സൈറ്റ്. സോ ഇതിനായി യൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ. സോ ഷോപ്പിഫൈ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ ഷോപ്പിഫൈയിൽ നമുക്ക് ഒരുപാട് തീംസ് ഉണ്ട്. സോ ഈ എക്സാക്ട് സ്റ്റോറിന് ഞാൻ യൂസ് ചെയ്ത തീമാണ് ഷ്രൈൻ തീം. അത് ജസ്റ്റ് പെയ്ഡ് തീമാണ്, ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ആൻഡ് നിങ്ങൾക്ക് പെയ്ഡ് തീം വാങ്ങാനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ബൈ സെൻസ് തീം. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോറിൽ തന്നെ കിട്ടും. നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ എക്സാക്ട് സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. സോ സ്റ്റെപ്പ് 3, റണ്ണിങ് ആഡ്സ്. സോ ഇതിൽ വരുമ്പോൾ കോമ്പറ്റീറ്ററിന്റെ എക്സാക്ട് വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് മൈനിയെ തന്നെ കിട്ടും. സോ ആ സെയിം വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് മേക്ക് ഷുവർ നമ്മുടെ ബ്രാൻഡ് നെയിം, ബ്രാൻഡിന്റെ എല്ലാ ഡീറ്റെയിൽസും ആഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് വി വിൽ റൺ ദ സെയിം ആഡ്.
ജസ്റ്റ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആൻഡ് അതർ ദാൻ ദാറ്റ് എവറിത്തിങ് വിൽ ബി സെയിം. ഇൻ ഷോർട്ട്, അവർ യൂസ് ചെയ്ത സെയിം ആഡ്, സെയിം കണ്ടന്റ്, സെയിം വെബ്സൈറ്റ്, ഈവൻ അവർ ടാർഗറ്റ് ചെയ്ത സെയിം കൺട്രി ആൻഡ് ലൈക്ക് എവറിത്തിങ് സെയിം കോപ്പി അടിച്ചിട്ടും വി മെയ്ഡ് ദിസ് മച്ച് ഓഫ് റവന്യൂ. സോ ഈ എക്സാക്ട് സ്റ്റോറിൽ നമ്മൾ റൺ ചെയ്ത ടിക്ടോക്ക് ആഡ്സ് ആണ്. സോ നിങ്ങൾക്ക് ടിക്ടോക്ക് ആഡ്സ് റൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ലോഡ് ഓഫ് ട്യൂട്ടോറിയൽസ് ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ടിക്ടോക്ക് ആഡ്സ് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ് കാണാം. ആൻഡ് ഐ എം ഓൾസോ പ്ലാനിങ് ടു പോസ്റ്റ് എ ട്യൂട്ടോറിയൽ ടിക്ടോക്ക് ആഡ്സിനെ കുറിച്ച്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ, ഞാൻ അതും ലൈക്ക് ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ്, കാരണം ഞാൻ ഫ്യൂച്ചറിൽ ടിക്ടോക്ക് ആഡ്സിന്റെ വീഡിയോ, സ്റ്റോറിന്റെ വീഡിയോ എല്ലാവരും ഒന്നായിരിക്കും. ഓക്കെ, സോ നമ്പർ 4, സപ്ലയർ. സോ സപ്ലയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ പറയുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അലി എക്സ്പ്രസ്, USA ഡ്രോപ്പ്, സെൻഡ് ഡ്രോപ്പ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അലി എക്സ്പ്രസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ സെൻഡ് ഡ്രോപ്പോ USA ഡ്രോപ്പോ അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ സപ്ലയറിന്റെ പേരിലും വേറൊരു എക്സ്ട്രാ വീഡിയോ ഇടാം. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സെൻഡ് ഡ്രോപ്പ് എന്ന വെബ്സൈറ്റ് ആണ്. കാരണം അവർക്ക് വാട്സപ്പിൽ ഒരു ഏജന്റ് ഉണ്ട്. സോ ആ ഏജന്റ് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് തരും. കോസ്റ്റും ലൈക്ക് ദേ വിൽ ഫൈൻഡ് ദ ബെസ്റ്റ് കോസ്റ്റ് ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അലി എക്സ്പ്രസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടില്ല. സോ സപ്ലൈ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിഗിനർ ആണെങ്കിൽ അലി എക്സ്പ്രസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് USA ഡ്രോപ്പ് യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ മെയ്ഡ് 1.4 crores in revenue in just 10 days. അതും ഡ്രോപ്പ് ലൈക്ക് വിത്ത് ജസ്റ്റ് എ ലാപ്ടോപ്പ്. ആൻഡ് കമ്പാരിറ്റീവ് വേറെ ബിസിനസ് മോഡലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് മോർ ഈസി. കാരണം എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് സിംഗിൾ പ്രോഡക്റ്റ് വെച്ച് ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ആൻഡ് കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലൈക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതും ടിക്ടോക്ക് ആഡ്സിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് റെഡിയാണ്. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ്. ഞാനത് സൂൺ ആയിട്ട് പോസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.